നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, ആവശ്യമായ സംഭാവനകൾ നൽകുക. ഞങ്ങളിടുന്ന വീഡിയോകൾ സമകാലിക പ്രാധാന്യമുള്ളതാണ്. അത് ജിയോ പൊളിറ്റിക്സ് മുതൽ സ്പിരിച്വാലിറ്റി വരെ, പരിസ്ഥിതി, എല്ലാ വിഭാഗം കാര്യങ്ങളെയും ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു ന്യൂസ് ചാനൽ പോലെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണം. പരമാവധി സബ്സ്ക്രിപ്ഷൻ നേടിത്തരണം. ആളുകൾ സ്വന്തമായി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും സബ്സ്ക്രൈബ് ചെയ്യിക്കുക എന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് പോകുന്നു. മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുശീല കർക്കി ആണ് നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി 73 വയസ്സുകാരിയാണ്. നേപ്പാളിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നലെ രാത്രി 9 മണിക്ക് അധികാരമേറ്റു. നേപ്പാൾ പാർലമെൻറ്റ് പ്രസിഡന്റ് പിരിച്ചുവിട്ടിട്ടുണ്ട്. നേപ്പാൾ പാർലമെൻറ്റ് ഇപ്പോൾ ഇല്ല. ജൻസി പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടിരുന്ന പ്രകാരം നേപ്പാളിലെ രാഷ്ട്രീയ തൽക്കാലം പ്രധാന സ്ഥാനത്തേക്ക് വേണ്ടെന്നായിരുന്നു അവരുടെ നിലപാട്. സമൂഹമാധ്യമ നിരോധനത്തെ തുടർന്നുള്ള പ്രക്ഷോഭത്തെ തുടർന്നാണ് ശർമ്മ ഒലിയുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ രാജിവെച്ചത്. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ രാജിവെക്കേണ്ടി വന്നു. അത് പ്രധാന കാര്യം സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്നുണ്ടായ ഒരു കാര്യമാണ്. അതൊരു തരം ഫാസിസമായിരുന്നു. അപ്പോൾ രാജിവെക്കേണ്ടത്. നേപ്പാളിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പദവിയിലെത്തിയ ഏക വനിതയാണ് സുശീല കാർക്കി. നേപ്പാളിൽ ഇതുവരെ സ്ത്രീ പ്രധാനമന്ത്രി പദവിയിൽ ആരും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏക ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മുൻ ചീഫ് ജസ്റ്റിസ് ഏക വനിത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നാണ് പ്രതിഷേധക്കാർ നിലപാടെടുത്തത്. ആ നിലപാട് നേപ്പാൾ പ്രസിഡന്റായി മുൻപ് വിദ്യാദേവി ഭണ്ഡാരി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രക്ഷോഭത്തെ തുടർന്ന് കെ പി ശർമ്മ ഒലി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെയാണ് സുശീല കാർക്കിയുടെ പേര് ഉയർന്നു വന്നത്. ആഭ്യന്തര കലാപം വലിയ തോതിലാണ് അവിടെ ചെറുപ്പക്കാരുണ്ടാക്കിയത്. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യനിർമ്മാണത്തിൽ കുടുങ്ങിയ നൂറുകണക്കിന് വിദേശയാത്രക്കാർക്ക് വിസ പുറപ്പെടൽ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനായി ഇമിഗ്രേഷൻ വകുപ്പ് താൽക്കാലിക നടപടികൾ സ്വീകരിച്ചതോടെയാണ് യാത്രയ്ക്ക് വഴിയൊഴുങ്ങി. അപ്പോൾ അവിടെ സമാധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നേപ്പാളിൽ വിനോദസഞ്ചാരത്തിന് പോയ കോഴിക്കോട് മലപ്രസവിച്ച 40 പേർ ശനിയാഴ്ച അവർ തിരിച്ചെത്തുമെന്നുള്ള വാർത്തയുണ്ട്. കാഠ്മണ്ഡുവിൽ നിന്ന് ബാംഗ്ലൂരിലാണ് ഇവർ വിമാനമാർഗ്ഗം എത്തുക. തുടർന്ന് റോഡ് മാർഗം കോഴിക്കോടേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മുൻ ജസ്റ്റിസായിട്ടുള്ള സുശീല കർക്കി, ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഒരു വനിതയാണ്. 73 വയസ്സുണ്ട്. അവർ അവിടെ നേപ്പാളിൽ പ്രധാനമന്ത്രിയാവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നേപ്പാളിൽ സമാധാനം തിരിച്ചു വരും. ജൻസിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കൂ, ലോകം മുഴുവൻ ഇങ്ങനെ കീഴ്മേൽ മറിക്കുന്നത് പലപ്പോഴും വളരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന സമരങ്ങളും പ്രശ്നങ്ങളുമാണ്. ഡൽഹിയിൽ നിർഭയ എന്നൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നതുമായി ബന്ധപ്പെടുത്തി, ആ കൊലപാതകമായി ബന്ധപ്പെടുത്തി ഉയർന്നു വന്ന സമരമാണ്. അവസാനം അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ഥാനാരോഹണം വരെ എത്തി. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടന്നു. അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടി, വാട്ടർ ബില്ല് കൂട്ടി, ഇതിനൊക്കെ എതിരെ ശക്തമായ ജനരോക്ഷമാണ് ഉണ്ടായത്. ആ ജനരോക്ഷത്തിൻ്റെ അവസാന റിസൾട്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം. ഇങ്ങനെ ഒരുപാട് കലാപങ്ങൾ. ആസാമിൽ കലാപമുണ്ടായതിനു ശേഷമാണ് പ്രഫുല്ലകുമാർ മൊഹന്ത എന്ന വളരെ വലിയ ഒരു മനുഷ്യൻ ചെറിയ പ്രായത്തിൽ പ്രഫുല്ലകുമാർ മൊഹന്ത മുഖ്യമന്ത്രിയായത് ആസാമിൽ. അങ്ങനെ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. ഇനി നേപ്പാൾ സമാധാനമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അവർ അവിടെ അലറി വിളിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതുപോലൊരു പ്രധാനമന്ത്രിയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ പ്രചരണം നേപ്പാളിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നേപ്പാളിൽ നിന്ന് സമാധാന വാർത്ത വരുമെന്ന് തന്നെ ഭൗമ രാഷ്ട്രീയ സൂചികകൾ അനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നന്മയുള്ള ഒരു നേപ്പാൾ വരട്ടെ. നമ്മുടെ അയൽരാജ്യമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തു കൂട്ടിയ ക്രൂരതകളാണ്, അധികാരം കിട്ടി നാമമാത്രമായ ദിവസങ്ങൾക്കുള്ളിൽ കാട്ടുകൂട്ടിയ ക്രൂരതകൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാം പറയുമ്പോഴും ലോകത്തൊരിടത്തും ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരു പാഠം കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടിമ ഉടമ സമ്പ്രദായം പോലെയാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നാൽ കൊണ്ടുപോകുന്നത്. അത് മാറേണ്ട കാലമായി. അടിമ ഉടമ സമ്പ്രദായത്തിനൊന്നും പ്രസക്തിയില്ല. ജനാധിപത്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ കൺസോൾട്ടേഷനിലൂടെ മാത്രമേ, കോർഡിനേഷനിലൂടെ മാത്രമേ ജനങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യവും സ്നേഹവും സന്തോഷമെല്ലാം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നേപ്പാളിൽ പുതിയ ജനാധിപത്യവൽക്കരണം നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.